എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ബാറോസ്. ഇന്ന് ക്രിസ്മസ് ആണ്. മേരി ക്രിസ്മസ് എല്ലാവർക്കും. യെസ്, എൻജോയ് ചെയ്യുക, തകർക്കുക. എന്തായാലും ബാറോസ് സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. സിനിമയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. പോർച്ചുഗീസാണ്. പോർച്ചുഗീസ് ഭാഷയിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഇതിൽ ബെറ്റർ. അതായത് നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും. കാരണം ഈ സിനിമ കുട്ടികൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അതെ, ഒരു കവചം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കണം ഇതിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ. സത്യമായിട്ടും നന്നായിട്ട് പേടിയുണ്ടായിരുന്നു. തീർച്ചയായും. ഇതെന്താ സംഭവിച്ച അബദ്ധത്തിൽ സാധനം കണ്ടുപോയി. കണ്ടു കഴിഞ്ഞിട്ടാണ് ഓർത്തത് ദൈവമേ ഇതിന്റെ റിവ്യൂ ഇടണല്ലോ എന്നുള്ളത്. സത്യമായിട്ടും അതാണ് സംഭവിച്ചിട്ടുള്ളത്. നല്ല പേടിയുണ്ട്. കാരണം അല്ല അളിയാ, ഇതിപ്പോ കുട്ടികൾക്കുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിലാണല്ലോ വന്നിട്ടുള്ളത്. അതെ, അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ലോകത്ത് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികളല്ല ചെയ്തിട്ടുള്ളത്, വലിയ ആൾക്കാരല്ലേ. അതെ. അപ്പോൾ ഇതും വലിയ ആൾക്കാർ തന്നെയാണ് ഇത് കുട്ടികൾക്കൊക്കെ പറ്റുമെന്നുള്ള രീതിയിൽ ഒരു നിർണയത്തിലെത്തിയിട്ട് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലിയവർക്കും തീരുമാനം എടുക്കാൻ പറ്റും ഇത് കുട്ടികൾക്ക് പറ്റിയതാണോ അല്ലയോ എന്നുള്ളത്. നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിപ്രായത്തിൽ അതായത് കുട്ടികൾക്ക് ആയിട്ടുമില്ല എന്നാ വലിയവരിലേക്ക് എത്തിയിട്ടുമില്ല. ഇതിനകത്ത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സംഭവങ്ങൾ ഭയങ്കര രസമായിട്ടുണ്ട്. അതായത് 3D അത് ഫസ്റ്റ് തന്നെ ബാറോസ് സിനിമ 3D എന്ന് പറയുമ്പോൾ അതാണ് ആദ്യം പറയേണ്ട സാധനം. 3D എഫക്റ്റ് വൺ സെറ്റപ്പ്. അതെ, 3D. പിന്നെ അതിൻ്റെ ആർട്ട്. അതെ, അതായത് അതൊരു സൗന്ദര്യമുള്ള ഒരു പ്രത്യേക യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിൻ്റെ ഒരു ഭംഗി, വേറെ ലോകം നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചതുപോലെ ഒരു ഫീലുണ്ട്. അത് ഗംഭീരം തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ പലപ്പോഴും പല സമയത്തും നമ്മുടെ ഉള്ളിൽ തോന്നി, നമ്മളെ നല്ല എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് തോന്നിയൊരു സംഭവം, ഇത് ലാലേട്ടൻ തന്നെയാണോ അഭിനയിക്കുന്നത്? അതെന്താ അറിയോ, ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടറാണ്. തീർച്ചയായിട്ടും ഒരു നല്ല ഡയറക്ടർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തു വരും. ഇവിടെ ഒരു ഡയറക്ടറിൻ്റെ കുറവുണ്ട്. അതായത് നല്ലൊരു ഡയറക്ടർ ഇല്ല ഇവിടെ, ഏത് ബാറോസിൽ. അതുകൊണ്ട് തന്നെ ആളുടെ നല്ല ഔട്ട്പുട്ട് പുറത്തു വന്നിട്ടില്ല. സത്യമായിട്ടും നമ്മൾ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലാലേട്ടനുണ്ട്. പടം ഇനി മോശമാണെങ്കിൽ പോലും ലാലേട്ടൻ്റെ ആ ഭാഗം അത് നമ്മളെ എപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു. ആ സംഭവം നമുക്ക് ഇതിനകത്തൊന്നും കിട്ടിയിട്ടില്ല. ഫുള്ളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അഭിനയം. ലാലേട്ടൻ ഓരോ ഡയലോഗ് പറയാൻ വേണ്ടി കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. മൊത്തത്തില് ഒരു ഡ്രാമാറ്റിക് പരിപാടിയാണ്. അതെ, അത് നമ്മുടെ ലാലേട്ടന്റെ കുറച്ച് പരസ്യ ചിത്രങ്ങളൊക്കെ വരാറുണ്ട്. അതായത് കോടി കുത്തി ആ സാധനല്ലേ, ആ ടൈപ്പ് പരിപാടിയായി മാറിയിട്ടുണ്ട്. അത് ആ ടൈപ്പ്. പിന്നെ ഈ അവാർഡ് ഫംഗ്ഷനൊക്കെ ലാലേട്ടൻ വരുന്ന സമയത്ത് ലാലേട്ടൻ്റെതായിട്ട് വരുന്ന സ്കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ആള് ചെയ്യാറുള്ള സാധനം പോലെ. പക്ഷെ അതിന്റെ ക്വാളിറ്റിയും 3Dയും അത് അപ്പോഴും എടുത്ത് പറയാം കേട്ടോ, വേറെ ലെവലാണ്. ഇത് നമ്മുടെ ഉള്ളിൽ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് കൂടി ആയിരുന്നെങ്കിൽ ഈ സിനിമ വേറെ റേഞ്ച് ആയേനെ. ഇതിന്റെ മേക്കിംഗ് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, അതായത് പല കഥാപാത്രങ്ങളും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ നിൽക്കുന്നതാണ്. അതായത് ഉദാഹരണത്തിന് ലാലേട്ടൻ്റെ ക്യാരക്ടർ തന്നെ പറയാം, വെറുതെ നിൽക്കുന്നതാണ്. അതായത് ആൾ ഡയറക്ടറാണല്ലോ, അപ്പോൾ മറ്റുള്ളവരൊക്കെ നന്നായി ചെയ്യുന്നുണ്ടോ, ഡയലോഗ് കൃത്യമാണോ, ഇതൊക്കെ നോക്കി നിൽക്കുന്ന ഒരു ഡയറക്ടറിനെയാണ് കണ്ടത് പല സമയങ്ങളിലും. അത് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. പിന്നെ ഈ പറയുന്ന കുട്ടികൾക്ക് വേണ്ടി എന്നുള്ളൊരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ മാത്രം അങ്ങനത്തെ ഒരു എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഒരു മറ്റേ അണ്ടർ വാട്ടർ സോങ് ഉണ്ട്, ആ സോങ്ങിൽ മാത്രം ശരിക്കും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് രസം തോന്നും. കാരണം കുറെ മീനുകളും സംഭവങ്ങളൊക്കെ വന്നിട്ട് അത് ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ യൂണിവേഴ്സ് ലാലേട്ടൻ്റെ ഒരു യൂണിവേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആളുടെ ഒരു ഡ്രീമിലുള്ള ഒരു യൂണിവേഴ്സ്. അതിൽ ആളുടെ സുഹൃത്തുക്കൾ, ആൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങനെ വന്നു പോകുന്നു. ആന്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ മറ്റുള്ള കുറേ ആൾക്കാർ. എന്തായാലും പൃഥ്വിരാജ് ഇതിന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നിയത്. പിന്നെ മമ്മൂക്കയും പ്രണവ് ഇതിൽ പെട്ടിട്ടുമുണ്ട്. സത്യം. എന്താണെങ്കിലും പ്രണവിനൊക്കെ ഒരു വെറുതെ കൊണ്ടുവന്നേക്കുക, അത്രേ ഉള്ളൂ. ഇത് വീണ്ടും നമ്മൾ എടുത്തു പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്, നമുക്കും അറിയാം. പക്ഷെ കുട്ടികൾക്ക് ഇത് എത്രമാത്രം ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത് എന്തായാലും വലിയ ആൾക്കാരായിരിക്കുമല്ലോ തിയേറ്ററിലേക്ക്. കുട്ടികൾക്ക് പറ്റുന്നതാണ്, പക്ഷേ ന്യൂ ബോൺ അത് ചിന്തിക്കാൻ ഉള്ള ടൈം എടുക്കാത്ത അങ്ങനത്തെ കുട്ടികളായിരിക്കും. എന്താണെങ്കിലും
സത്യമായിട്ടും എന്താ പറയാ, ഈ കൊല്ലം ലാസ്റ്റത്തെ സിനിമയായിരുന്നു അതെ അതെ. മലയാളത്തിൽ നിന്ന് വരുന്ന. ഇനി ഇല്ലല്ലോ റിലീസ്, ഇനി 2025 ലാലേട്ടന്റെ അഴിഞ്ഞ അതെ നന്നായെന്നാട്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ഇതോടെ തീർന്നല്ലോ. അതെ. ഇനി വരാൻ പോകുന്നതെല്ലാം ഭീകര സംഭവങ്ങൾ തന്നെയായിരിക്കും. അതിനാണ് ഇനിയുള്ള നമ്മൾ പ്രതീക്ഷ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അത് ടീഷർട്ട് ഇട്ടിട്ടാണ്, വെയർഹൗസിന്റെ ടീഷർട്ട് ഇട്ടിട്ടാണ് ഇവരെ അവിടുത്തെ ഒരുപാട് ആൾക്കാർ നിന്നിരുന്നത്. സ്റ്റാഫും അല്ലാത്ത ആരുടെയൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ആരോ ഒരാള് മുന്നിൽ നിന്ന് അങ്ങ് ഊരുന്ന കണ്ടു. അതിലുണ്ടല്ലോ സത്യം. സിനിമ കഴിഞ്ഞിട്ട് ഇതിനകത്ത് ശരിക്കും ചില ഡയലോഗുകൾ ഉണ്ട് കേട്ടോ ലാലേട്ടൻ പറയണേ. ഇതൊക്കെ ശരിക്കും ലാലേട്ടൻ തന്നെ പുറത്ത് വന്നിട്ട് പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്ത്. കാരണം അത്രയ്ക്കും അച്ചട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് ഒരു സാധനം തന്നെയാണ് നമ്മളൊക്കെ ട്രെയിലറിൽ കണ്ടൊരു സാധനം, മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നതിനെക്കാട്ടും വലിയ നിധിയൊന്നും ഇല്ല മോളെ എന്ന് പറയുന്ന സംഭവം. അപ്പൊ മനസ്സിൽ തോന്നിയ സംഭവം സത്യ ലാലേട്ടന് വേണ്ടിയിട്ട് ഞങ്ങള് എത്ര കണ്ണീര് ഒഴിച്ചിരിക്കും. ഈ കണ്ണീരും ഒരു നിധി തന്നെയാണ്. അതായത് ലാലേട്ടന് വേണ്ടിയിട്ടുള്ള നിധിയാണ്. അതായത് മറ്റുള്ള രീതികളിൽ ഇപ്പൊ 3D അത് നമ്മൾ വീണ്ടും വീണ്ടും പറയുവാണ്, ഇതുവരെ കണ്ട 3D സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സിനിമ ബറോസ് തന്നെയാണ്. 3Dന്റെ എഫക്റ്റില് അതിനു വേണ്ടിട്ട് അതെ, അതിനു വേണ്ടിട്ട് അവർ എത്ര എഫോർട്ട് എടുത്തിട്ടുണ്ടോ അത് നമുക്ക് അതിനകത്ത് കിട്ടാനുണ്ട്. ലാലേട്ടന്റെ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ഇതെന്റെ വിധിയാണ്, എന്റെ നിയോഗമാണ്, ഞാൻ സഹിച്ചേ പറ്റുള്ളൂ. അപ്പൊ തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് പല ആൾക്കാരും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എന്റെ പൊന്നുമോളെ ആ ചാവിന്ന് മേടിച്ചിട്ട് പോവോ, ഞങ്ങൾക്ക് വീട്ടിൽ പോവാനാണ്. എന്തായാലും നേരത്തെ പറഞ്ഞല്ലോ ആളുടെ യൂണിവേഴ്സിലാണ് ആള്. ഒരു സോങ് എന്ന ആള് തന്നെ പാടും. അതൊക്കെ ഭയങ്കര തന്നെയായിരുന്നു. ഇസബെല്ല എന്നുള്ളത് പേരിപ്പോ കേൾക്കുമ്പോണ്ടല്ലോ ഇറിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഭയങ്കര ഇതായിപ്പോയി നമുക്ക് ഉള്ളിൽ തോന്നുന്നത്. അയ്യോ എന്താണെങ്കിലും നിങ്ങൾ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അതെ, എന്തായാലും 3D പിന്നെ വിഷ്വൽ ക്വാളിറ്റി, അതായത് ഒരു പ്രത്യേക വിഷ്വൽ ക്വാളിറ്റി അതുണ്ട്. അത് വേറെ ലെവൽ തന്നെയാണ്. അത് ഈ 3D എഫക്റ്റ് നമുക്ക് ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അത് ജസ്റ്റ് എന്തായാലും പോയി കാണുന്നവർക്ക് മനസ്സിലാവും, അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങൾ എന്തായാലും പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.